emergency broadcast system. Including emergency citizens are advised to take This is not a test. ഹലോ ദേ, ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറേറ്റീവ് AI മോഡൽസുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പല സ്റ്റെപ്പിനും. സോ അതെല്ലാത്തിനും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയം ക്രിയേറ്റീവ് നോളജൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ ഞാൻ ഫോളോ ചെയ്ത എല്ലാ സ്റ്റെപ്പുകളും ഈ വീഡിയോ വഴി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലൊരു വീഡിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഫോളോ ചെയ്ത എല്ലാ സ്റ്റെപ്പും ഞാൻ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കംപ്ലീറ്റ് വീഡിയോ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അത് ഒരുപാട് സമയമെടുക്കും. സോ ക്വിക്കായിട്ട് ഞാനൊന്ന് ഗൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത് ഡിസ്കോഡിൽ വന്ന് മിഡ്ജേണി ബോട്ട് ഉപയോഗിച്ച് നമ്മൾ ഇമാജിനേഷൻ അനുസരിച്ച് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ വീഡിയോയിൽ കണ്ട എല്ലാ ക്ലിപ്പുകളും ഇമേജസിൽ നിന്നും വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ മിഡ്ജേണിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ പോയി ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, 15 നിമിഷത്തിലേക്ക് തിരിച്ചു വരാം. മിഡ്ജേണി എന്ന് പറയുന്നത് ജനറേറ്റീവ് AI ഉപയോഗിച്ച് നമ്മുടെ കോൺസെപ്റ്റ് ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ നിന്നും ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. സോ അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് അത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീഡിയോയിൽ കണ്ട ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, മലയാളി പീപ്പിൾ അറ്റ് തൃശ്ശൂർ പൂരം ലുക്കിംഗ് അപ്പ് ഏലിയൻ ഷിപ്സ് കമ്മിങ് ഫ്രം ദി സ്കൈ, നൈറ്റ് പീപ്പിൾ റണ്ണിങ് സിനിമാറ്റിക് ഫോട്ടോ റിയലിസ്റ്റിക് ഹൊറർ 4K 16:9 റേഷ്യോ ഉള്ള ഇമേജ് എന്നുള്ള കമാൻഡ് കൊടുത്തപ്പോൾ വന്നിരിക്കുന്ന ഇമേജാണ് ഈ കാണുന്നത്. ആ ഒരു ഇമേജാണ് നമ്മൾ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചത്. അതുപോലെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ട എല്ലാ ക്ലിപ്പുകളും ഇതേപോലെ നമ്മൾ കമാൻഡ് കൊടുത്ത് ജനറേറ്റ് ചെയ്ത ഇമേജുകളാണ്. അപ്പോൾ നമുക്ക് കമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ നമ്മൾ വീണ്ടും അത് ട്രൈ ചെയ്തു. അതിലുള്ള കമാൻഡ്സുകളൊക്കെ വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത്. ഇതുപോലെ മറ്റു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. ഹ്യൂജ് ഏലിയൻ ഹൊറർ ഷിപ്പ് ലാൻഡിങ് ഇൻ സം കേരള, മെൻസ് വിത്ത് മുണ്ടു ഷർട്ട് വെയിറ്റിംഗ് ഫോർ എ ഗാങ്സ്റ്റർ ടീം, നൈറ്റ് ഹൊറബിൾ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് വരുന്നത്. കണ്ടോ? സോ സംടൈംസ് ഞാൻ നല്ല ഇമേജസ് കിട്ടാനായിട്ട് ഇമേജിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടാണ് പാസ് ചെയ്തത്. സോ അതുകൊണ്ട് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ടുള്ള ഇമേജസുകൾ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് കണ്ടോ, ഏലിയൻ മീറ്റിംഗ് വിത്ത് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വെയറിങ് മുണ്ട് ആൻഡ് ഷർട്ട് ധോത്തി എന്നൊക്കെ പറഞ്ഞ് അയച്ചു. പക്ഷെ അത് പ്രോപ്പർ ആയില്ല, നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. സോ നമുക്ക് വേണ്ട രീതിയിൽ ഇമേജ് എല്ലാം ഞാൻ ജനറേറ്റ് ചെയ്തെടുത്തത് മിഡ്ജേണി വഴിയാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ് മാപ്പിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറാണെന്നുണ്ടെങ്കിലും മിഡ്ജേണി വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കേരള പോലീസ്മാൻ വിത്ത് ബ്ലാക്ക് പോലീസ് യൂണിഫോം റണ്ണിങ് ടുവേഴ്സ് ക്യാമറ എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിച്ച് ഞാൻ ഈ ജനറേറ്റ് ചെയ്ത പിക്ചറാണ് ഈ കാണിക്കുന്നത്. അതിൽ ഞാൻ ലീഡ് പേഴ്സൻ്റെ ഫേസ് മോഹൻലാലിൻ്റെ ഫേസായിട്ട് സ്വാപ്പ് ചെയ്താണ് ഈ ഒരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്തത്. അതുപോലെ കേരള പോലീസ് സ്വാറ്റിൻ്റെ യൂണിഫോമിൽ ഒരു കേരള ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ ലീഡായിട്ടുള്ള കമാൻഡോൻ്റെ പിക്ചർ ദുൽഖർ സൽമാൻ്റെ പിക്ചറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് രണ്ടുമാണ് ഞാൻ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഏലിയൻ്റെ പിക്ചറാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏലിയൻ ഇൻവേഷൻ, വില്ലൻ ഏലിയൻ വിത്ത് റെഡ് ഹൊറബിൾ ഐസ്. ഇതുപോലെ പല ഏലിയൻസിൻ്റെ പിക്ചേഴ്സ് വന്നു. ഞാൻ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പിക്ചർ ചൂസ് ചെയ്തതാണത്. സോ ഇങ്ങനെ കംപ്ലീറ്റ് ഇമേജ് ഞാൻ മിഡ്ജേണി വെച്ച് ക്രിയേറ്റ് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇമേജിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മിഡ്ജേണി ഉപയോഗിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് 2 ടൂൾസാണ്. അതിലൊന്നാണ് റൺവേ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പിക്ക ലാബ്സ്. ഇത് രണ്ടുമാണ് ജനറേറ്റീവ് ഇമേജ് ടു വീഡിയോ കൺവേർഷനിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അതിൽ റൺവേ എന്ന് പറയുന്നത് ജനറേഷൻ 2 ആണ്, റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. സോ കുറേ കൂടി പവർഫുള്ളാണ്. അതുപോലെ തന്നെ പിക്ക ലാബ് വളരെ സിമ്പിളാണ്, അത് ഫ്രീ ആണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ ഓരോന്നും ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ runwayml.com നിങ്ങൾക്ക് ചെന്നാലും ഈസി ആയിട്ടൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് സോ ഒരു ഫ്രീ ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച് ഫ്രീ ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. സോ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാർട്ട് വിത്ത് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വന്നിക്കുക. അപ്പോൾ അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇമേജ് പ്ലസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്,
അതുപോലെ തന്നെ ഇമേജ് ഉണ്ട്, ടെക്സ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇമേജ് പ്ലസ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് കൊടുക്കാം, കൂടാതെ ഒരു അഡീഷണൽ കമൻറ്റ് കൊടുക്കാം, എന്നിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യും. ടെക്സ്റ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇമേജിന് ഇപ്പോൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള അതനുസരിച്ച് നമ്മൾ കൊടുത്ത കീവേഡ് അനുസരിച്ചുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ആവും. മിഡ്ജേണിയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ റൺവേയിൽ ടെക്സ്റ്റ് ഇൻപുട്ടിൽ നിന്നും വീഡിയോ ക്രിയേറ്റ് ആവും. ഇനി ഇതിലൊരു ഇമേജ് ഞാൻ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇമേജ് പ്ലസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചൂസ് ചെയ്യാണ്. ഒരു ഏലിയൻ ഷിപ്പ് ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു പിക്ചറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കമാൻഡ് കൊടുക്കുകയാണ്, ഏലിയൻ ഷിപ്പ് ലോഡിങ് വിത്ത് ഹ്യൂജ് ഫയർ ആൻഡ് സ്മോക്ക് എന്നൊക്കെ വെച്ചിട്ട് ഞാനൊരു കമാൻഡ് കൊടുത്തു. ഞാൻ ജനറേറ്റ് കൊടുക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ വീഡിയോ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. വാവ്, ഓക്കെ, ഏലിയൻ ഷിപ്പ് നമ്മൾ ജസ്റ്റ് ഒരു ഇമേജിൽ നിന്നും ആ ഒരു വീഡിയോ ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്ത ഒരു ഇമേജ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ഇൻപുട്ട് കൊടുത്തൊരു ഇമേജ്. അതിലൊന്നുമില്ല, ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജാണത്. ഓക്കെ, അതിൽ നിന്നും ഈ ഒരു വീഡിയോയിലേക്ക് അത് മാറി. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുന്നു, മൾട്ടിപ്പിൾ ഇമേജസിൻ്റെ ഒരു സീക്വൻസ് ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ആവുന്നത്. സോ ഓരോ ഫോട്ടോ ഫ്രെയിമുകളും AI വെച്ച് ജനറേറ്റ് ആയിക്കൊണ്ട് ഒരു സീക്വൻസ് വഴി ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് AI. സോ ഇതൊരു ഏർലി സ്റ്റേജാണ്. ഇത് ജനറേഷൻ 2 ആണ് RunwayML. എങ്കിലും ഒരുപാട് ദൂരം ഇനി ഇത് പോകാനുണ്ട്. സോ എത്രത്തോളം അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഇനി വരും ഫ്യൂച്ചറിൽ AI ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ള ടൂൾ ഞാൻ ഉപയോഗിച്ചത് പിക്ക ലാബ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ pika.art എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ജോയിൻ ബീറ്റ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കോഡ് ബോട്ടിലേക്ക് അത് ജോയിൻ ആവും. ഓക്കെ, ഡിസ്കോഡിലേക്ക് നമ്മൾ ആക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ Midjourney ഉപയോഗിക്കുന്ന പോലെ തന്നെ അത് ഡിസ്കോഡ് ബോട്ടിൽ അത് ഓപ്പൺ ആയി വരും. ഓക്കെ, ഞാനത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് ഡിസ്കോഡിലേക്ക് വരികയാണ്. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ പിക്ക ലാബ്സിൻ്റെ മെസ്സേജിലേക്ക് പോവാണ്. പിക്ക ലാബിൻ്റെ കോൺടാക്റ്റിലേക്ക് ഡയറക്റ്റ് നമ്മൾ മെസ്സേജ് അയച്ചാലും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ ജനറേറ്റ് ചെയ്തൊരു സ്റ്റെപ്പുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇമേജ് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ ഏലിയൻ ഷിപ്പ് വരുന്ന ആ ഒരു ഇമേജാണ്, കണ്ടോ? ഞാൻ ആ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഒരു പ്രോംപ്റ്റ് കൂടി കൊടുത്തു, ഏലിയൻ ഷിപ്പ് ലാൻഡിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ഇമേജിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അത് ഏലിയൻ ഷിപ്പാണെന്ന് മനസ്സിലായി, അത് മൂവ് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇമേജാണ് ഈ ഒരു ഇതുപോലെ തന്നെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കൈ കൊടുക്കുന്ന ഇമേജാണത് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എത്രത്തോളം സ്മാർട്ടായിട്ട് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി പിക്ക ലാബ്സ് ഉപയോഗിച്ച് ഞാനൊരു ഇമേജ് എങ്ങനെയാണ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെസ്സേജ് എൻ്റർ എടുത്ത് ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുക്കാം. ഓക്കെ, ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുത്ത് ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കൂടാതെ ഒരു കമാൻഡ് റൺ ചെയ്യാനും പറ്റും. ഞാനൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ഇമേജിന് ഞാൻ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് പീപ്പിൾ റണ്ണിങ്, ഇത്രയും കമാൻഡ് കൊടുത്തുള്ളൂ. സിമ്പിളായിട്ട്, ഗ്രാമറോ വേറെ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമ്മൾ കീവേഡ്സിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്ക് നോക്കാം, ഫ്യൂ സെക്കൻഡ്സിനുള്ള ആ വീഡിയോ ജനറേറ്റ് ആവും. ലക്കിലി പിക്ക ലാബ്സ് യാതൊരു ലിമിറ്റ് പറയുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ ഇതൊന്നും ഒരു ലിമിറ്റ് ഇല്ല. നമുക്കിപ്പോൾ ഒരു ലിമിറ്റ് ഇല്ലാതെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ വാട്ടർമാർക്ക് ക്രിയേറ്റ് ആയി വരും എന്ന് മാത്രം. എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊടുത്ത വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്, നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. അതിൽ ആളുകൾ മൂവ് ചെയ്യുന്നു, വാക്ക് ചെയ്യുന്നുണ്ടോ? ഓരോ ഇൻഡിവിജ്വൽ പിക്സൽസുകൾ ജനറേറ്റ് ചെയ്ത ഒരു പേഴ്സൺസ് ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആളുകൾ അത് വാക്ക് ചെയ്ത് നമുക്ക് കാണാം. അതുപോലെ സിമിലറായിട്ട് ഞാൻ ജനറേറ്റ് ചെയ്ത് മറ്റ് ക്ലിപ്പാണ് കാണുന്നത്. ഏലിയൻ ഷിപ്പ് ഒരു സീയിലേക്ക് തകർന്നു വീഴുന്നു, ഫയർ, സ്മോക്ക്, വാട്ടർ എല്ലാം കൂടി കൊടുത്തപ്പോൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്, ക്ലിപ്പ്. സോ ഇപ്പോൾ ഈ AI എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് വളരെ ഫ്യൂ സെക്കൻഡ്സിലുള്ള വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ഉണ്ട്. ആളുകൾക്കെല്ലാം ഇത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് അടിസ്ഥാനത്തിൽ. സോ ഇതെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഹാർഡ്വെയറിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ കുറേ കൂടി ഈ ജനറേറ്റീവ് AI ഇതുപോലുള്ള വീഡിയോസിൽ ട്രെയിൻഡായി വന്നു കഴിഞ്ഞാൽ കുറേ കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ കൂടി സെക്കൻഡ്സുകൾ നീണ്ടു നിൽക്കുന്ന വീഡിയോസ്, ക്ലിപ്പുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോലും റൺവേയുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ള AI സിസ്റ്റമാണ് റൺവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലവർ പറയുന്നത് നോ ലൈറ്റ്സ്, നോ ക്യാമറ, ഓൾ ആക്ഷൻസ് എന്നാണ്. ഓക്കെ, നമുക്ക് ക്യാമറയും വേണ്ട, ലൈറ്റ്സും വേണ്ട, ഒരു സെറ്റപ്പും വേണ്ട, ഫുൾ ആക്ഷനാണ്. നമ്മൾ ഇമാജിനേഷൻ അനുസരിച്ച് ടൈപ്പ് ചെയ്യുക, വീഡിയോസ് ജനറേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട ജനറേറ്റ് ചെയ്ത വീഡിയോസ് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നത് ഏരിയൽ ഡ്രോൺ ഫൂട്ടേജ് ഓഫ് എ മൗണ്ടെയിൻ റേഞ്ച് എന്നുള്ളൊരു കമാൻഡ് സിംപിളി കൊടുത്തപ്പോൾ, യാതൊരു ഇമേജ് ഇൻപുട്ട് ഇല്ലാതെ കൊടുത്തപ്പോൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി ഒരു സിമിലർ ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ ഇതുപോലെ ഉണ്ടാകണമെന്നില്ല. ഇത് ഫുള്ളി AI ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് മാത്രമാണ്.
രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. എറ്റ് ദ ലൈറ്റ് ആഫ്റ്റർനൂൺ സൺ പീക്കിംഗ് ത്രൂ ദ വിൻഡോ ഓഫ് എ ന്യൂയോർക്ക് സിറ്റി ലോഫ്റ്റ്. സി, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇമേജാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹൈ ക്വാളിറ്റി വീഡിയോ നമുക്ക് പറയാൻ പറ്റില്ല, സ്റ്റിൽ ഇത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്നാലും ജനറേഷൻ 2 മാത്രമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ റൺവേ തന്നിരിക്കുന്നതാണ്. ഒരു ഇമേജും ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൂടി കൊടുത്തപ്പോൾ വന്നിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. ഈ ഒരു ഇമേജ് സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് കൂടാതെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എ ലോ ആംഗിൾ ഷോട്ട് ഓഫ് എ മാൻ വാക്കിംഗ് ഡൗൺ എ സ്ട്രീറ്റ് ഇലുമിനേറ്റഡ് ബൈ ദ നിയോൺ സൈൻസ് ഓഫ് ദ ബാർ അറൗണ്ട് ഹിം. സി, ഇപ്പോൾ ഈ നിയോൺ സൈൻസ് ഒക്കെ വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ഇമേജ് ടു വീഡിയോ. ഇത് നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തൊരു ഫീച്ചറാണ്. ഒരു സ്റ്റില്ല് കൊടുത്തിരിക്കുന്നു, അതിൽ നിന്നും വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിളായിട്ട് യാതൊരു ഇൻപുട്ടും കൊടുക്കാതെ ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു സ്റ്റൈലൈസേഷൻ എന്ന് പറയുന്നൊരു ഫീച്ചറുകളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരാളിവിടെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു എക്സ്ട്രാ ഒരു ഇമേജ് കൂടി കൊടുത്തിട്ടുണ്ട് ഇൻപുട്ടായിട്ട്. ഈ ഒരു സോഴ്സ് വീഡിയോയും ഒരു അഡീഷണൽ ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിനനുസരിച്ച് ഒരു സ്റ്റൈലിഷ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അതേ ഒരു മൂമെൻറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്, പക്ഷേ ഒരു സ്റ്റൈല് മാത്രം ഡിഫറൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഈ ഒരു സ്റ്റോറി ബോർഡ് മോഡ് 5. ഓക്കെ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബുക്സുകളാണ് ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റെഫറൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ എന്ത് ചെയ്തിരിക്കുന്നു, ബിൽഡിങ്ങൾ ജനറേറ്റ് ആയിരിക്കുന്നു. കണ്ടോ, ആ ഒരു മോഡലിലാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതും നമുക്ക് ഈ ഒരു റൺവേ ML ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ഒബ്ജക്റ്റുകളും ജസ്റ്റ് കുറച്ച് ബോട്ടിൽസുകൾ നിലത്തി വന്ന് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സുകൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഗ്രാഫിക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതുപോലെ. അതുപോലെ തന്നെ ഒരു റിയലായിട്ടുള്ള ഒരു ഡോഗ്, അത് ഇൻപുട്ട് കൊടുത്തിട്ട് അഡീഷണൽ ഒരു കമാൻഡ് കൊടുത്ത് ആ ഡോഗ്സിന് മേലെ ഒരു ബ്ലാക്ക് ഡോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തായിട്ടുള്ള എക്സാമ്പിളാണ് 3D റെൻഡർ. നമ്മളൊരു 3D റെൻഡർ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെൻഡേഴ്സ് കൊടുത്താലും അതിനനുസരിച്ച് ഗ്രാഫിക്സ് കമാൻഡ്സ് വഴി നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 3D റെൻഡറാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്നും ഈ ഒരു 3D വീഡിയോയിലേക്ക് അത് ജനറേറ്റ് ചെയ്തു ആ ഒരു ഗ്രാഫിക്സ്. ഇതൊക്കെ കംപ്ലീറ്റ് VFX ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ടുള്ളൊരു കാര്യമാണ്. അതാണ് സിമ്പിൾ ക്ലിക്സിൽ AI ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ഈ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ ലിപ്പ് മൂവ്മെൻറ്റ്സുകളും വന്നിരിക്കുകയാണ്. ഇതൊരു ബേസിക്കാണ്, എന്നാലും പോലും ഇതിൻ്റെ ഒരു കൊടുക്കുന്ന സാമ്പിൾ കുറേ കൂടി അക്യുറേറ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലുകൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ പലരും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ക്രിയേറ്റീവായി മൈൻഡുള്ളവർക്ക് ഇനി ടൂൾസുകളോ ബാക്കി ഒന്നും ലിമിറ്റേഷനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള നൈസായിട്ടുള്ള AI റിലേറ്റഡ് വീഡിയോസും ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കാതെ. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇനിയും അമേസിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.